ഇത് ശബരിമല എങ്ങനെയാണ് ഈ മതാതീതമാകുന്നത്? അതും 100% ഒരു ഹിന്ദു ദേവാലയമാണ്, ഹിന്ദു ക്ഷേത്രമാണ്, ഹിന്ദു റിച്വൽസ് ആണ്. ആ ഹിന്ദു അങ്ങനെ ആ രീതി നടക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് അത് മതാതീതമാവും, മതേതരമോ അല്ല. 100% മതാധിഷ്ഠിതം തന്നെയാണത്. എല്ലാ ജാതിമത ഭേദമന്യേ അല്ല മതഭേദമന്യേ അവിടെ ആൾക്കാർക്ക്, വിശ്വാസികൾക്ക് അവിടെ വരാൻ കഴിയും, ആരാധിക്കാൻ കഴിയും. അതുകൊണ്ട് മാത്രം അത് മതേതരമോ മതാതീതമോ ഒന്നും ആകുന്നില്ല. ശബരിമല 100% ഒരു ഹിന്ദു ക്ഷേത്രമാണ്, ഹിന്ദു ദേവാലയമാണ്, ഹിന്ദു ധർമ്മം അനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ദാറ്റ്സ് ഓൾ. അതിനെ ഇനിയും വേറൊരു രീതിയിലൊന്നും ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇവരുടെയൊക്കെ നിലനിൽപ്പിന്റെ പ്രശ്നം. പിന്നെ ഈ സംഗമം, ഈ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ ഈ കോപ്പറേറ്റീവ് നടത്തിയതിന്റെ ഉദ്ദേശം അവരുടെ രഹസ്യ അജണ്ടയിൽ അവർ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അതായത് ഈ NSSന്റെയും SNDPയുടെയും ഈ രണ്ട് ജാതി സംഘടനകളുടെ സ്വാർത്ഥമതികളായ നേതാക്കളുടെ അവരുടെ വികാരം, അവരുടെ സ്വാർത്ഥതയെ മുതലെടുത്തുകൊണ്ട് ഒരു സമുദായത്തിന്റെ ഇലക്ഷൻ എടുത്ത സമയത്ത് ഒരു സമുദായങ്ങളുടെ സപ്പോർട്ട് ലഭിക്കാൻ വേണ്ടി നടത്തിയ ഈ കോപ്പറേറ്റീവ് നാടകത്തിൽ ആ അജണ്ടയിൽ ഇടതുമുന്നണി വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SNDPയെയും വെള്ളാപ്പള്ളി നടേശനെയും സ്വാർത്ഥം എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ? കാരണം അവർ NDAക്കും ഒരു കഷ്ണം കൊടുത്തിട്ടുണ്ട്. BDJS എന്നൊരു കഷ്ണം NDAക്ക് കൊടുത്തവരാണ്. മനസ്സിലാക്കിയ എവിടെ കഷ്ണം കൂടുതൽ കിട്ടുന്നോ അങ്ങോട്ട് പോകുക. എവിടെയാണോ സാധ്യത നോക്കുന്നത് അവരങ്ങോട്ട്. NDAക്ക് BDJS എന്തോ സ്വാർത്ഥ ലാഭത്തിലായിരുന്നോ ഷാബു? അവർക്ക് സമൂഹത്തിനോടും അവർ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ആ സൊസൈറ്റിയോടോ സമൂഹത്തിനോടോ ഒന്നും ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത വർഗമാണവർ. അവർക്ക് അവരുടെ കാര്യം മാത്രമാണ്, അവരുടെ ആ കുറച്ച് നേതാക്കന്മാരുടെ അങ്ങനെയുള്ളവരുടെ സുഖജീവിതവും അവരുടെ സുരക്ഷിതത്വവും മാത്രമാണ് പ്രശ്നം. അതിനു വേണ്ടിയിട്ട് അവർ ഈ സാമുദായ താല്പര്യങ്ങൾ, സമുദായത്തിനെ അവർ എല്ലാ രീതിയിലും ഷാബു പറയുന്നത് BDJS രൂപീകരിച്ച് ആ വോട്ട് മുഴുവൻ NDAക്ക് കൊടുക്കുന്നതും അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ്. അല്ലാണ്ട് BJPയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമായി ആളുകളെ നന്നാക്കാനല്ല. അവരെന്തിനാണ് BJPയുടെ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്? അവർക്ക് അവരുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമായ ലാഭനഷ്ടങ്ങളും രാഷ്ട്രീയമായ നേട്ടങ്ങളും ഒക്കെ നോക്കി BJP അതിൻ്റെതായ നിലപാടെടുക്കുന്നു. ഞാൻ BJP റെപ്രസെന്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്കിത് തുറന്നു പറയാൻ പറ്റും. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഒരാൾ BJPയുടെ ഔദ്യോഗികമായ വിഭാഗത്തിലുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ എന്നെ പോലെ പറയാൻ സാധിച്ചില്ല എന്ന് വരും. അല്ലാതെ ഇവരാരും ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് അങ്ങ് ത്യാഗം സഹിച്ച് എല്ലാം നഷ്ടപ്പെട്ടിറങ്ങിയിരിക്കുന്നവരൊന്നും അല്ല. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇത് തന്നെയാണ് അതിന്റെ. ഇവിടെ മുസ്ലിങ്ങളെ അങ്ങ് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്ന പറഞ്ഞാൽ മുസ്ലിം ലീഗ് എന്താണ്? അതിൻ്റെ കുറേ നേതാക്കന്മാർക്കും ആ പാർട്ടിക്കും അവർക്ക് സുഖമായിട്ട് ജീവിച്ചു പോകണം. അതിനു വേണ്ടിയിട്ട് ആ സമുദായത്തിനെ ആ സാമുദായിക വികാരത്തെ അവർ ഗംഭീരമായിട്ട് ഉപയോഗിക്കുന്നു. അതാണ് വാസ്തവം. അത് NSS ഉപയോഗിക്കുന്നുണ്ട്, SNDP ഉപയോഗിക്കുന്നുണ്ട്. ഈ നാട്ടിലുള്ള സർവമാന 1,000 ജാതി സംഘടനകളും സമുദായ സംഘടനകളും അത് ചെയ്യുന്നുണ്ട്.